ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറേ പേര് നമ്മളോട് മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിച്ചു എന്താണ് പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മുടെ വീട്ടിനങ്ങോട്ടേക്ക് വെള്ളമൊന്നും കയറത്തില്ല കേട്ടോ. നമ്മൾ സേഫായിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. മഴ പോകുന്നവരെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വയനാടിൻ്റെ കാര്യം. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. അപ്പോൾ ഒരുപാട് സങ്കടം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയാണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെങ്കിൽ മേപ്പാടി അങ്ങനെ എന്തോ കേട്ടോ എന്നോട് പറഞ്ഞത്. മുമ്പ് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാനും ചാർലി യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ എന്നെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന ഒരു അമ്മയായിരുന്നു. അതായത് ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വേവലാതിയായിരുന്നു. സ്വന്തം മോനെ പോലെ. എൻ്റെ പ്രായത്തിലൊരു മകനുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ ഒരു അമ്മയെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ചാർജ് തീർന്ന് ഓഫായതോ അങ്ങനെ എന്തെങ്കിലും ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രശ്നങ്ങളൊന്നും ഇനി വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീട്ടിൻ്റെ അടുക്കുന്ന കുറച്ച് മാറിയിട്ടുള്ള ഒരു റോഡിലാണ് കേട്ടോ. മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. തൊട്ട് താഴെ കൂടി തന്നെ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. കലക്കൽ വെള്ളമാണ്. ഇവിടെയൊന്നും പിന്നെ വലിയ ഡേഞ്ചറായിട്ടൊന്നും പേടിക്കാനില്ല. അങ്ങനെ ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. അതുപോലെ തന്നെ ഞാൻ വീട്ടിലോട്ട് വന്ന സമയം നല്ല കറക്റ്റ് ടൈമാണ്. അതായത് എല്ലായിടത്തും തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ മണാലിയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ലാൻഡ് സ്ലൈഡിങ് ആണെങ്കിലും മേഘവിസ്ഫോടനം, അങ്ങനെ ഹെവി റെയിൻ, ഒരുപാട് പ്രകൃതിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെന്നെ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തോ ഭാഗ്യത്തിന് നിങ്ങൾ തിരിച്ചു വന്നതാണ്, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടു പോയതിനെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ചാർലിയും കുഞ്ഞനും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കേരളത്തിലോട്ട് വന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രശ്നത്തിൽ നമ്മൾ കുടുങ്ങുകയുണ്ടായി. അതായത് നമ്മളെ കർണാടകയിൽ അങ്കോലയിൽ മണ്ണിടിഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അർജുൻ ചേട്ടൻ്റെ ലോറി ഉൾപ്പെടെ കാണുന്നില്ല. ആ ഒരു സംഭവമൊക്കെ നടക്കുമ്പോഴാണ് കേട്ടോ ഞാൻ അതിൽ വരുന്നത്. അതുപോലെ തന്നെ വണ്ടി കംപ്ലീറ്റ് കംപ്ലൈൻ്റായി വഴിയിൽ കുടുങ്ങി. അതായത് എൻ്റെ വണ്ടി നമ്മൾ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓടാത്ത രീതിയിൽ കംപ്ലൈൻ്റ് ആയി പോയി കേട്ടോ. അതും ഒരു ഞായറാഴ്ച. ഇതിൻ്റെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുക. അതായത് ഇവിടെ അധികം നിർത്തി സംസാരിക്കുന്നില്ല. മഴ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. നമുക്ക് അപ്പോൾ ഓക്കെ, നമുക്ക് പതുക്കെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കുഞ്ഞൻ പാർവോ വൈറസ് ആയിട്ട് ഹോസ്പിറ്റലായ കാര്യം. അപ്പോൾ അതോടുകൂടി തന്നെ എനിക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിയും കുഞ്ഞനും ഒറ്റ വണ്ടിയിൽ ഒറ്റ സ്ഥലത്താണ് കിടന്നുറങ്ങിയത്. ഈ പാർവോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പകരുന്ന ഒരു അസുഖമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ചാർലിക്കും കൂടിയും വരുമെന്ന് എനിക്ക് ഒരു 90% ഉറപ്പുണ്ടായിരുന്നു. അതായത് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നത്. മിക്ക ആൾക്കാരും പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവും. ഒന്നാമത് നമ്മൾ വീട്ടിലല്ല, കേരളത്തിലും അല്ല, പഞ്ചാബിലായിരുന്നു. പഞ്ചാബ് എന്ന് പറയാൻ പറ്റില്ല, ജമ്മു എന്ന് തന്നെ വേണേൽ പറയാം. ആ ഒരു ബോർഡറിലായിരുന്നു കേട്ടോ. നമുക്ക് അറിയുന്ന ആൾക്കാരും ഇല്ല, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആണ് ചാർലിക്ക് ഇങ്ങനൊരു പ്രശ്നം വരുന്നതെങ്കിൽ എനിക്ക് അടുത്ത ഒരു നല്ല ഒരു സേഫായിട്ടൊരു സ്ഥലം കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കേരളത്തിലോട്ട് വരിക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ മാപ്പിട്ടത് കേരളത്തിലേക്കാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലേക്ക് വരുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടിച്ചു വന്നത് ഒരാഴ്ചക്കുള്ളിലായിരുന്നു കേട്ടോ. അപ്പം കണ്ടിന്യൂ ഓടിച്ചു. ഫാസ്റ്റായിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷേങ്കിൽ വണ്ടി നിർത്താതെ നൈറ്റായിരുന്നു ഞാൻ കൂടുതൽ ഓടിച്ചുകൊണ്ടിരുന്നത്. പകൽ ഓടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും പൊടിക്കാറ്റുമായിരുന്നു. ഏകദേശം രാജസ്ഥാനിലൊക്കെ പകൽ ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും നൈറ്റായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചത്. അതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അധികം തിരക്കും കാര്യങ്ങളില്ല, വലിയ ഹൈവേ. ചാർലിയും കുഞ്ഞനും അവർ വണ്ടി കിടന്ന് ഉറങ്ങും കേട്ടോ. അവർക്കതൊരു ശീലമായി. അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് അവർ ഉറങ്ങിക്കോളും. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പഞ്ചാബിൽ നിന്ന് വിട്ട് ഹരിയാന, രാജസ്ഥാനിലാണ് പിന്നെ നിർത്തുന്നത്. നിർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നിർത്തി കൊടുക്കും. ഒറ്റ പോക്കല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്
നിർത്തി കൊടുക്കും, ചായ കുടിക്കും, ചാർലിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും, ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മളെവിടെയെങ്കിലും നിർത്തുമോ, സ്ഥലങ്ങൾ കാണുമോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അതെ, നമ്മൾ ചെറിയൊരു റോട്ടിൽ നിന്ന് ചെറിയൊരു ഹൈവേയിലോട്ട് കയറുവാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ഇതേ അധികം വണ്ടികളൊന്നും പോകുന്നില്ല, അധികമൊന്നും വണ്ടി പോകാത്ത ഒരു റോഡുമാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, നമുക്കിനി ഈ ഒരു റോട്ടിൽ കൂടി കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള അനുഭവമാണ് കേട്ടോ. നമ്മൾ പല സ്ഥലത്തും വഴി തെറ്റി, രാത്രി ആയതുകൊണ്ട് തന്നെ മാപ്പ് ഒരുപാട് സ്ഥലത്ത് ഹൈവേ എന്നൊക്കെ മാറ്റി ഉൾവഴി കൂടിയൊക്കെ നമ്മളെ കൊണ്ടെത്തിച്ചു കേട്ടോ. ഒരുപാട് ദൂരം നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ യാത്ര ചെയ്യേണ്ട ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പേടി തോന്നും. എൻ്റെ മെയിൻ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ദൂരം ഓടുന്ന ഒരു വണ്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം. ആ ഒരു വണ്ടി ഏതെങ്കിലും കാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഇരിക്കേണ്ടി വരും. ഏതാ സ്ഥലമെന്നോ എന്താണെന്നോ ഏതാ സ്റ്റേറ്റ് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ലാതെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്ത് പോകേണ്ട നമ്മൾ മധ്യപ്രദേശിലേക്ക് വന്നു. എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. മധ്യപ്രദേശിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയ്ക്ക് എത്തിയപ്പോഴത്തേനും മഴ തുടങ്ങി, അവിടെ നിന്നോട്ട് മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്കുള്ള പോക്ക് ഭയങ്കര പാടായിരുന്നു. ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ചാർലിയും കുഞ്ഞിനും ബോക്സ് ഞാൻ അലൂമിനിയം കോയിൽ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്യും, അതുകൊണ്ട് തന്നെ അവർ നനഞ്ഞില്ല. അതുപോലെ തന്നെ ഈ അലൂമിനിയത്തിൻ്റെ ഇതായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ചൂട് ആയിരിക്കും കേട്ടോ ഫീൽ ചെയ്യുക കൂടിനകത്ത്. അതുകൊണ്ട് തന്നെ അവർ സേഫായിട്ടിരുന്നു. ഞാൻ നനഞ്ഞ് കംപ്ലീറ്റ് വണ്ടി ഓടിച്ചു. എനിക്ക് ഒറ്റൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക. അങ്ങനെ നമ്മൾ കർണാടക കയറിയപ്പോഴത്തേനും മഴ കൂടി വന്നു കേട്ടോ. കർണാടക എത്തി. കർണാടകയിൽ നിന്ന് നമ്മൾ പിന്നെ വരാനുള്ള റൂട്ട് എന്ന് പറയുന്നത് ഗോകർണയാണ് കേട്ടോ. ഗോകർണ, മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, ഇതായിരുന്നു എനിക്ക് വരേണ്ട റൂട്ട്. ഞാൻ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാത്രി നമ്മുടെ ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എവിടെയോ ലോറി മണ്ണിലടിപ്പെട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അങ്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നും പറഞ്ഞു. ഞാൻ ജസ്റ്റ് മാപ്പ് അടിച്ച് നോക്കുമ്പം എനിക്കൊരു 100 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആണ് അങ്കോലക്ക് കാണിക്കുന്നത്. ഞാൻ ആ ഒരു റൂട്ടിൽ കൂടിയാണ് കേട്ടോ പോകേണ്ടത്. ഞാൻ നൈറ്റ് ആ വഴി പാസ് ചെയ്ത് പോകണം. അപ്പോൾ വീണ്ടും പെട്ടു. എനിക്ക് പേടിയാവാൻ തുടങ്ങി ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ആൾക്കാരെ കാണുന്നില്ല, ലോറി കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞാൻ ജമ്മുവിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ടെൻഷനായി. പോരാത്തതിന് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഒരുപാട് ലോറികളും മഴയും കാറ്റും, ഞാനാണെങ്കിൽ കംപ്ലീറ്റ് നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ഞാനും. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. അന്ന് എവിടെയും കിടന്നുറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല, കംപ്ലീറ്റ് വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും കിടക്കാനൊന്നും പറ്റില്ല. അവസാനം ഞാൻ ഒരു നനയാത്തൊരു സ്ഥലത്ത് വണ്ടി കയറ്റി വെച്ചിട്ട് ഞാൻ നിലത്തൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. അവസാനം ഞാൻ വണ്ടി സ്റ്റാൻഡിലിട്ടിട്ട് ഞാൻ ഇരുന്നുറങ്ങി. അവർ പുറകിൽ ഉറങ്ങി, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നുറങ്ങി കേട്ടോ. കുറച്ച് സമയം ഉറങ്ങി. ഞാൻ രാവിലെ ആയപ്പം എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് രാവിലെ ആവാൻ അധികം സമയമൊന്നും എടുത്തില്ല, 1-2 മണിക്കൂർ മാത്രമേ അന്ന് ഉറങ്ങിയുള്ളൂ. ഫൈനലി ഞാൻ അങ്കോലയ്ക്ക് പോയി. അവിടെയാണ് നമ്മൾ അർജുൻ ചേട്ടൻ്റെ ലോറിയൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോഴത്തേനും നമ്മളെ ഒരു ഫോറസ്റ്റിലേക്ക് കൂടി കയറ്റി വിട്ടു കേട്ടോ. ആ ഒരു വഴി കംപ്ലീറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് വേറൊരു കാട് വഴിയാണ് നമ്മളൊക്കെ കയറ്റി വിട്ടുന്നത്. അതും ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ, വളരെ കുഞ്ഞു വഴി. നമ്മൾ ആ ഒരു വഴിക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കൂടി ഉള്ള ലോറികൾ മൊത്തം ആ വഴിയാണ് കേട്ടോ. വലിയ ട്രക്കുകളും ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞു വഴി കൂടി ഈ ട്രക്ക് വരുമ്പോൾ തന്നെ ഈ ലോറികളൊക്കെ താഴ്ന്നു പോവുക, മറിഞ്ഞു പോവുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനെ പൊക്കാനായിട്ട് വലിയ ക്രെയിൻ വരിക. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബൈക്കും കൊണ്ട് പോകുന്നത്. പോരാത്തതിന് അവിടെ റേഞ്ച് ഇല്ല, പെട്രോൾ പമ്പില്ല, ഒന്നുമില്ല. എൻ്റെ വണ്ടിക്കാണെങ്കിൽ പെട്രോൾ വളരെ കുറവും. ആകെപ്പാടെ പെട്ടു. ഏകദേശം 20 കിലോമീറ്ററോളം കാടായിരുന്നു കേട്ടോ. അപ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാണെങ്കിൽ. ഞാൻ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി പെട്ടെന്ന് തന്നെ ഞാൻ എസ്കേപ്പായി അടുത്ത ഹൈവേ പിടിച്ചു. ഗോകർണ എത്തി കേട്ടോ. ഗോകർണയിൽ നിന്ന് പിന്നെ ഞാൻ മംഗലാപുരം വന്നു. മംഗലാപുരം എത്തിയപ്പോഴത്തേക്കും രാത്രിയായി. അത്രയും ദൂരം വന്നപ്പോൾ രാത്രിയായി. പിന്നെ മംഗലാപുരത്ത് നിന്ന് ഡയറക്റ്റ് ഞാൻ കണ്ണൂരേക്ക് വരാനുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് വന്നു. കാസർഗോഡ് വന്ന സമയത്ത് വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവസാനം ഞാൻ നല്ല മഴയും. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈനലി ഞാൻ വണ്ടിയുടെ സെൽഫ് അടിച്ചിട്ടൊന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വണ്ടിക്ക് കിക്കറില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്ക്. അങ്ങനെ ഞാൻ വണ്ടി ഗിയറിലിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും വണ്ടിയുടെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. എന്തോ വലിയ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലത്തെ സൗണ്ടൊക്കെ വണ്ടിയിൽ നിന്ന് വരാൻ തുടങ്ങി. എനിക്ക് കംപ്ലീറ്റ് പേടിയായി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക്
വലിയ എന്തെങ്കിലും പണി കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഫൈനലി ഞാൻ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒരു പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്, പണി തീരാത്തൊരു വീട്. അപ്പോൾ ആ വീട്ടിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറക്കമാണ് കേട്ടോ. രാവിലെ അഥവാ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആ ഒരു ഇറക്കത്തിൽ വെച്ച് ഉരുട്ടി സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാനിൽ ഞാൻ ആ വണ്ടി എങ്ങനെയൊക്കെയോ ഞാൻ ആ വീട്ടിൽ കയറ്റി വെച്ച് അവിടെ കിടക്കാൻ നോക്കിയിട്ട് കിടക്കാൻ പറ്റുന്നില്ല, കാരണം ഫുള്ള് ചെളിയാണ്. ഫൈനലി ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ ഒരുപാട് ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചാർലിക്ക് കിടക്കാവേണ്ട രീതിക്ക് ഞാൻ ഇഷ്ടിക അടുക്കി വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ കുഞ്ഞനും വെച്ചു. എനിക്ക് വേണ്ടിയിട്ട് ഞാനും നീളത്തിൽ കുറേ ഇഷ്ടിക നീളത്തിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങി. അവരവിടെയും കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഫൈനലി രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഒരു ചേട്ടൻ വന്ന് വിളിച്ചു, എഴുന്നേറ്റു, ഇവിടെ പണിയെടുക്കുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചാർലിനെയും കുഞ്ഞനെയും അപ്പാടെ വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ ചെയ്തത്. ഞാനാണ് ഷൂ പോലും ഒന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷൂവും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് ഒരു 10 കിലോമീറ്റർ പോയപ്പോഴത്തേനും വണ്ടി വീണ്ടും കംപ്ലൈൻ്റായി. അവിടുന്ന് കുറേ ബംഗാളിലെ ഒരു ചേട്ടൻ വന്ന് ഉന്തി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. വണ്ടി കംപ്ലീറ്റ് ബാറ്ററി ഇറങ്ങി, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഫൈനലി അവസാനം നമ്മൾ ഉന്തി അങ്ങനെ നമ്മൾ വണ്ടി ഉന്തി ഒരു കാറൊക്കെ പെയിൻ്റ് അടിക്കുന്ന ഒരു സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ സ്ഥലം ഇപ്പം ഏകദേശം കാസർഗോഡ് ടൗൺ എത്താറായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ നമ്മുടെ വണ്ടി ശരിയാക്കുന്ന സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു, KTMൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഈ സംഭവമൊക്കെ നടക്കുന്നത്. കാരണം ശനിയാഴ്ച രാത്രിയിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്, വണ്ടി കംപ്ലൈൻ്റ് ആകുന്നത്. ഞായറാഴ്ച രാവിലെ നമ്മൾ ഈ ഒരു കാറ് പെയിൻ്റ് അടിക്കുന്ന ഷോപ്പിലെത്തി. പക്ഷേങ്കിൽ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ കടകളൊന്നും തുറക്കില്ല, ഈ സർവീസ് ചെയ്യാൻ പറ്റിയ സെൻറ്ററുകളൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. ഇന്ന് നമ്മൾ അവിടെ കുടുങ്ങി. നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ അഴിച്ചു പറിച്ച് വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് കാര്യം മനസ്സിലായി. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വന്ന് നിർത്തി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മെക്കാനിക്കിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആരും അവൈലബിൾ ആയിരുന്നില്ല. അവസാനം ഒരു മഞ്ഞ കാറിൽ വന്ന ചേട്ടൻ ആരെയോ എനിക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചേട്ടൻ ഒരു ബെന്നി എന്നാണ് കേട്ടോ ആ ഒരു ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ ഈ ബാറ്ററിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മെഷീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വണ്ടിയൊക്കെ വന്ന് ചെക്ക് ചെയ്തപ്പം ബാറ്ററി കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. അവസാനം ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ ബാറ്ററിയൊക്കെ അഴിച്ച് ചേട്ടൻ്റെ കട അന്ന് തുറന്നു. ഞായറാഴ്ച ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നതിന് ശേഷം ബാറ്ററി ചാർജിങ്ങിന് വെച്ചു. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങിന് വെച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയുടെ അടുക്ക വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാറ്ററി എനിക്ക് തന്നു കേട്ടോ. അവർ പൈസയൊന്നും വാങ്ങിച്ചില്ല. പൈസയൊന്നും വാങ്ങാതെ തന്നെ എനിക്ക് ആ ഒരു ബാറ്ററി തന്നു. ഇത് വെച്ചോ, പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഓഫാവോ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇത് വെച്ച് നിനക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനൊക്കെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എന്നോട് വാങ്ങിയില്ല കേട്ടോ. ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ട് മാറിയിട്ടില്ല. വണ്ടിക്ക് ഭയങ്കര ഒരു സൗണ്ട്, ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട്. പിന്നെ എനിക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ എനിക്കൊരു പേടി, എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളായാലോ എന്ന് വെച്ചിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ വണ്ടി എനിക്ക് വീട്ടിലോട്ടാണെങ്കിലും ഏകദേശം 90 കിലോമീറ്റർ വരുവാണെങ്കിൽ ഞാൻ വീട്ടിലെത്തുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ തന്ന ആ ബാറ്ററി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം വണ്ടിക്ക് വേറെ എന്തോ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇത്രയും ദൂരം നമ്മൾ ഉറങ്ങാതെയും പട്ടിണി കിടന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് എങ്ങനെയും കിടന്നുറങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ വന്നിട്ട് വീട്ടിലെത്താൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെയും വീട്ടിലെത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് വീട്ടിലെത്തിയ അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് കിടക്കാനായിട്ട് ഒരു റൂം അവരെനിക്ക് തന്നു. അതുപോലെ തന്നെ ചാർലിനെയും കുഞ്ഞിനെയും ഒക്കെ നോക്കാനായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എപ്പോഴും വന്ന് നോക്കും. അതുപോലെ തന്നെ ചാർലിക്കും കുഞ്ഞിനും എപ്പോഴും ഭക്ഷണം വന്ന് കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം വേറൊരു വീട്ടിൽ നിന്ന് എനിക്ക് തരും കേട്ടോ. തൊട്ടപ്പുറത്തെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിലോട്ട് എന്നെ ക്ഷണിച്ചു. രാത്രിയിലും ചോറ് എനിക്ക് തന്നു. അതുപോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ പാട് തന്നെ എനിക്ക് ചായയും ദോശയും കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരുപാട് സന്തോഷം തോന്നി. പുതിയൊരു അനുഭവമായിട്ടാണ് കേട്ടോ എനിക്കിതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതായത് ഇത്രയും പ്രശ്നം നടന്ന് ഞാൻ തളർന്നു പോയപ്പോഴും എനിക്ക് എന്താ പറയുക, എല്ലാ കാര്യത്തിനും ഒരു കുറവുമില്ലാതെ എല്ലാം സെറ്റായി കിട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ആകെ മുടിഞ്ഞ് കുത്തുവാള എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാണ്ടായി, വണ്ടിക്കും വയ്യാണ്ടായി, ചാർലിക്കും കുഞ്ഞിനും വയ്യാണ്ടായി, മൊത്തത്തിൽ ക്ഷീണമായി കേട്ടോ.
എങ്കിലും ആൾക്കാരുടെ ഒരു സ്നേഹവും കരുതലൊക്കെ കാരണം നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റി കേട്ടോ. പക്ഷേങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ മാത്രം പറ്റിയില്ല. വണ്ടിയിൽ നിന്നൊരു കരിഞ്ഞ മണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടും വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒന്ന് സ്റ്റേ ചെയ്തു കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ തന്നെ പെട്ടിരിക്കുവാണ് കേട്ടോ. അവസാനം ഞാൻ വിചാരിച്ചു നമുക്കിത് സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് കംപ്ലൈൻ്റൊക്കെ മാറ്റിയിട്ട് മാത്രം ഇവിടുന്ന് പോവുക. ഇല്ലെങ്കിൽ ഏകദേശം ഒരു 90 കിലോമീറ്ററും കൂടി വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തും കേട്ടോ. പക്ഷേ ഈ ഒരു 90 കിലോമീറ്റർ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വണ്ടി എടുത്തില്ല, വണ്ടി തൊട്ടില്ല. ഞായറാഴ്ച കംപ്ലീറ്റ് ഞാൻ അവിടെ തന്നെ നിന്നു. നമുക്ക് കിടക്കാനായിട്ട് അവിടെ ഒരു റൂമും നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവർ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സും ഒരുപാട് നന്ദി എല്ലാവർക്കും. ഒരുപാട് എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനൊരു അവസ്ഥയായിരുന്നു, അങ്ങനൊരു മാനസികാവസ്ഥയായിരുന്നു എൻ്റേത്. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേനും രാവിലെ തന്നെ നമ്മൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വണ്ടി കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വണ്ടി അവർ റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ചാർജ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ, എന്തോ ഒരു കോയിൽ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് അവിടെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ചാർലീനെയും കുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ടായിരുന്നു. യാതൊരു കുറവും കൂടാതെ ഒരു ചേച്ചി വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ചാർലീനെയൊക്കെ കൂട്ടി വണ്ടി എടുത്തു, കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് ആ ഒരു ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ ചായയും അതുപോലെ തന്നെ ചോറും ഒക്കെ കഴിച്ചു. അപ്പോൾ സമയം ഏകദേശം രാത്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. എനിക്കൊട്ടും മൈൻഡ് ഉണ്ടായിരുന്നില്ല, എങ്ങനെയും വീട്ടിലെത്തണം. ഏതായാലും വണ്ടി ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ താഴെ എൻ്റെ വീട്ടിലോട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് രാത്രി വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അവിടുന്ന് രാത്രി നമ്മൾ വണ്ടി ഓടിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള നമ്മളൊരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് മഴയുടെ പ്രശ്നത്തിലും മണ്ണിടിയുന്ന പ്രശ്നത്തിനൊക്കെ നമ്മൾ എസ്കേപ്പായി. വണ്ടി കംപ്ലൈൻ്റ് ആയത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാട്ടിൽ വെച്ചോ അങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചോ ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെയിറ്റുള്ള വണ്ടിയാണ്, പുറകിൽ മറ്റേ കേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തള്ളിക്കൊണ്ട് പോകാനോ ഒന്നും പറ്റില്ലായിരുന്നു. കെട്ടി വലിക്കുമ്പോൾ തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ദൈവം ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. വണ്ടി കംപ്ലൈൻ്റ് ആയത് തന്നെ സിറ്റിയിലെത്തിയിട്ടാണ്, അതായത് കാസർഗോഡ് ടൗണിലെത്തി. ഏകദേശം ഉന്തിക്കൊണ്ട് പോയാൽ തന്നെ എനിക്ക് വണ്ടി ശരിയാക്കുന്ന സർവീസ് സെൻറ്ററിൽ എത്തായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് എനിക്ക് വണ്ടി വരെ കംപ്ലൈൻ്റ് ആയത്. വണ്ടീനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. കാരണം ഇത്രയും ദൂരം കണ്ടിന്യൂ വന്നപ്പോൾ ഏതൊരു വണ്ടിക്കും ചിലപ്പോൾ പണി കിട്ടാം, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ദൈവാധീനം കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കരുതലും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള സ്റ്റോറി. അപ്പോൾ ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിയും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ 2 ദിവസമായിരുന്നു എൻ്റെ ദിവസം എന്ന് പറയുന്നത്. ആ ഒരു ദിവസം ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റി. എന്താ പറയുക, ഇനിയിപ്പോൾ ആ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വീട്ടിലോട്ടൊക്കെ കയറുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക, എല്ലാവരും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം മഴയൊക്കെ വരുന്നുണ്ട്, അത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.